ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ചാണ്. ഡൂസ് ആൻഡ് ഡോൺസ് ഞാൻ ടൈറ്റിൽ കൊടുക്കാൻ കാര്യം, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ യൂട്യൂബ് ചാനൽസ് ചെയ്യുന്ന ആൾക്കാരുടെയും സ്വപ്നമാണ് ശരിക്കും പറഞ്ഞാൽ ചാനൽ മോണിറ്റൈസ് ചെയ്യാന്നുള്ളത്. എനിക്ക് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ശരിക്കും, എനിക്ക് അതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഉണ്ടായിരുന്നില്ല. ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്ന് പൈസ വന്നുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പം യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മുടെ ജോലി അവിടെ തീരുന്നില്ല എന്നുള്ളതാണ്. മോണിറ്റൈസേഷന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്, നല്ല കണ്ടന്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരുപാട് പരസ്പര സഹായത്തിലൂടെയൊക്കെ പെട്ടെന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലൂടെ അവർ മുന്നേറുന്നുണ്ട്, ഒന്നിച്ച് മുന്നേറുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ് അല്ലേ? അത് ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അത് ഒരുപാട് മാർഗ്ഗങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടാവും. നല്ല കണ്ടന്റ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന് വേണ്ട ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ തംബ്നെയിൽസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അത് കൊടുക്കുക. ഞാൻ ഒത്തിരി ചാനൽസ് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ കണ്ട ഒരു കാര്യം, അവരെല്ലാം നമുക്ക് തരുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നല്ല കണ്ടന്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മോണിറ്റൈസ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. മോണിറ്റൈസ് ചെയ്തു കഴിഞ്ഞു. എനിക്ക് അതിന് വേണ്ട എമൗണ്ട് വരാൻ തുടങ്ങി. വളരെ ചെറിയ എമൗണ്ടാണ്. ഒരു എഡ്യൂക്കേഷൻ ചാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു ചാനലിനെ പോലെ പെട്ടെന്ന് അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ അത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള അത്ര വലിയ ചാനൽസ് ഒക്കെ ആയിരിക്കണം. അങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ചാനൽസ് ആയിരിക്കണം. ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. സമയക്കുറവുണ്ട്, പല കാര്യങ്ങളുകൊണ്ടും ഞാനങ്ങനെ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇത് ആദ്യകാലത്ത് എനിക്കൊരു വരുമാന മാർഗ്ഗം എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ ചെയ്യുക, അതിന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അത് ചെയ്ത സമയത്താണ് പെട്ടെന്ന് തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവുകയും വാച്ച് അവേഴ്സ് കിട്ടുകയും അങ്ങനെ ചാനൽ മോണിറ്റൈസേഷനിലേക്ക് പോകുന്ന ഒരു രീതിയാണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നീട് അങ്ങനെ റെഗുലറായിട്ട് വീഡിയോസ്, അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞാലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ തന്നെ ഓൾറെഡി ചാനലിൽ നമ്മുടെ കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടോളും കുട്ടികൾ. അപ്പോൾ അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് റിമൈൻഡേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും വലിയ കാര്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ എടുത്തിരുന്നില്ല. എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് ഒരു എക്സ്ക്യൂസ് അല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനൊന്നും. ഞാനത് ചെയ്തിട്ടുമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവർ റിമൈൻഡേഴ്സ് ഒക്കെ അയച്ചു. ഞാൻ വീഡിയോസ് ചെയ്യാത്തത് കാരണം എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു അപകടം അതിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലായത്. മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാലും നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് അത് കട്ട് ചെയ്യും. നമ്മുടെ മോണിറ്റൈസേഷൻ അവിടെ ബ്ലോക്ക് ആവും. എൻ്റെ മോണിറ്റൈസേഷൻ ബ്ലോക്ക് ആയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഞാൻ പിന്നെ ഞാൻ കുഴപ്പമില്ല, അത് സാരമില്ല എന്ന് വിചാരിച്ചു. കുറച്ച് നാൾ വീണ്ടും ചെയ്യാതിരുന്നു. പിന്നീട് എനിക്ക് തോന്നി, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണല്ലോ, അല്ലെങ്കിൽ ഭയങ്കര വലിയ വീഡിയോസ് ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ലെങ്കിലും ഒരുപാട് കുട്ടികൾക്ക് അത് ഉപകാരപ്പെട്ടിരുന്നു എന്ന് എനിക്കറിയാം. അവരുടെ കമൻസിൽ നിന്നൊക്കെ അവർ പറയുമ്പോഴൊക്കെ എനിക്കറിയാം. അപ്പോൾ അത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ശരി ചെയ്തേക്കാം, മീൻസ് എനിക്ക് അതിനോട് പിന്നെയും ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായി, എങ്ങനെയെങ്കിലും ചാനൽ വീണ്ടും മോണിറ്റൈസ് ചെയ്യണം. കാരണം അത് ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടാണ് ഒരു പ്രാവശ്യം അത് ചെയ്തത്. അപ്പോൾ അത് വെറുതെ അങ്ങനെ കളയാൻ പറ്റുന്നതല്ല. എത്ര പേര് ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വീണ്ടും ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ 2, 3 പ്രാവശ്യം വീണ്ടും എനിക്ക് റിജക്ഷനാണ് ഉണ്ടായത്. ഞാൻ ഓരോ പ്രാവശ്യം അപ്രൂവലിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും ആദ്യത്തെ മോണിറ്റൈസേഷന് ശേഷം പിന്നീട് ഞാൻ ഇങ്ങോട്ട് ചെയ്ത പല കണ്ടന്റ്സും യൂട്യൂബിൻ്റെ ഈ പോളിസീസിനൊന്നും എഗ്രി ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ 3, 4 പ്രാവശ്യം, ശരിക്കും പറഞ്ഞാൽ 4 പ്രാവശ്യം എനിക്ക് റിജക്ഷൻ അതിനകത്തുണ്ടായി. വീണ്ടും ഒത്തിരി ടൈം ഗ്യാപ്പ് അവർ വീണ്ടും നമുക്ക് തരും. ഒരു പ്രാവശ്യം റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഓരോ ടൈം ഗ്യാപ്പ് അവർ പറയും. ഇത്ര സമയത്തിന് ശേഷം ഒരു ഡേറ്റ് തരും. അതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഒരു കാര്യം അപ്ലോഡ് ചെയ്യാൻ, മീൻസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, പക്ഷേ വീണ്ടും അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ഈ ഒരു അവർ തരുന്ന ഒരു പീരീഡിന് ശേഷം മാത്രമായിരിക്കും. എത്ര കണ്ടിട്ട് വേണമെങ്കിലും ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഒരിക്കലും അതുകൊണ്ട് നമുക്ക് മോണിറ്റൈസേഷനിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അവസാനം വീണ്ടും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഈ ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ അറിയില്ലായിരിക്കും, കാരണം എനിക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. മോണിറ്റൈസേഷൻ ആയാലും വീണ്ടും നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഡൂസ് ആൻഡ് ഡോൺട്സ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് മോണിറ്റൈസേഷൻ ആവുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ തന്നെ അതിന് മുമ്പും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നെവർ എവർ സ്റ്റോപ്പ് ഡൂയിങ് വീഡിയോസ് എന്നുള്ളതാണ്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റോപ്പേ ചെയ്യരുത്. ടൈം കണ്ടെത്തുക അതിന് വേണ്ടിയിട്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ എന്താണോ കണ്ടന്റ്, അതിനനുസരിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ഒറിജിനൽ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്
മറ്റുള്ള ചാനൽസിൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. പക്ഷേ നമ്മുടേതായ രീതിയിൽ അത് നമുക്ക് നമ്മളത് ആൾക്കാർക്ക് കൊടുക്കാൻ ശ്രമിക്കണം. എപ്പോഴും നമ്മുടെ ചാനൽ ഡിഫറെൻ്റ് ആവുന്നത് അങ്ങനെ ഒരു രീതിയിലായിരിക്കും. പിന്നെ തംബ്നെയിൽസ് കൊടുക്കുമ്പോൾ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മിസ്ലീഡ് ചെയ്യാതിരിക്കുക പലപ്പോഴും എന്നുള്ളതാണ്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. എന്താണോ ഉള്ളത് അത് കൊടുക്കുക. പെട്ടെന്നൊന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഒരുപാട് പ്രാവശ്യം അങ്ങനെ ചിലപ്പോൾ നമ്മൾ ആൾക്കാരെ പറ്റിക്കുന്ന പോലെ തോന്നുമ്പോൾ അവർക്ക് പിന്നീട് അവരതിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥ ചിലപ്പം ഉണ്ടായേക്കാം. പക്ഷേ ഇഷ്ടംപോലെ ചാനൽസ് നമുക്ക് കാണാൻ പറ്റുമല്ലേ അങ്ങനെ ഒരുപാട് തംബ്നെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ആൾക്കാർ അവിടേക്ക് വരുന്നതും അവർക്ക് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും ഒക്കെ അതൊക്കെ ഡിപ്പെൻസ്. അങ്ങനെയാണ്. എന്തായാലും നമ്മൾ ഒരു ജെനുവിനിറ്റി കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ബി ഹോപ്പ്ഫുൾ എന്നുള്ളതാണ്. വിശ്വസിക്കുക നിങ്ങൾക്ക് ചാനൽ ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവും എന്നുള്ളത്, മോണിറ്റൈസേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത് ഹോപ്പ്ഫുൾ ആയിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര നിരാശ തോന്നും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമിനെക്കാളും എനിക്കിപ്പോൾ സെക്കൻഡ് ടൈം ഞാൻ എന്നേ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം എനിക്ക് അത്ര ഈ 4 പ്രാവശ്യം റിജക്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം ടൈം കൂടുതലായിരുന്നു. വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 മാസത്തിൽ കൂടുതലൊക്കെ അത്രയും ടൈമോളം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് നിരാശയുണ്ടായി. ശരിക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്കിങ്ങനെ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് അങ്ങനെ പറ്റിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഹോപ്പ്ഫുള്ളായിരുന്നു. ഞാൻ പ്രതീക്ഷ കൈവിടാതെ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഒറിജിനൽ കണ്ടന്റിനെ അവർ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ളത് ഒരു സംശയമില്ല. ഹോപ്പ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. സോ ട്രൈ എന്ന് പറയുന്നതുകൊണ്ട് യു ഷുഡ് ട്രൈ ഹാർഡ്. ട്രൈ ചെയ്യണം. നമ്മൾ ഒരിക്കലും ആ ശ്രമം വിട്ട് കളയരുത്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ഈ യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ട എങ്ങനെ മോണിറ്റൈസ് ആവാം എന്നുള്ളത് ഒത്തിരി വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. സോ തീർച്ചയായിട്ടും അത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാലും അത് നിർത്തിയിട്ട് പോകരുത്. വീണ്ടും വീണ്ടും നമ്മൾ നല്ല കണ്ടന്റ് ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഉറപ്പായിട്ടും നമുക്കതിൽ നിന്ന് മണി ഫ്രം യൂട്യൂബ് എന്ന് പറയുന്നത് റിയൽ ആണ്. സോ അത് നമുക്ക് ചെയ്യാൻ പറ്റും. മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. എല്ലാ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നല്ല കണ്ടന്റ് പെട്ടെന്ന് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അത് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ എഡ്യൂക്കേഷൻ ചാനലാണെങ്കിലും എന്താണെങ്കിലും പലപ്പോഴും ആൾക്കാർ നമ്മളോട് പറയും എഡ്യൂക്കേഷൻ ചാനലിനൊന്നും അത്ര ചിലപ്പോൾ സാധ്യതകളില്ല എന്ന് പറയും. ജസ്റ്റ് ഗിവ് എ ട്രൈ എന്നുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ശ്രമങ്ങൾ വിജയിക്കുന്നത് അല്ലേ. സോ ഈ മണി ഫ്രം യൂട്യൂബ് എന്ന് പറയുന്നത് റിയൽ ആണ്. ശരിക്കും അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. കൃത്യമായിട്ട് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുക. റെഗുലർ ഇൻ്റർവെൽസിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും അതിൽ നിന്ന് വിട്ടു പോകാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മോണിറ്റൈസേഷൻ പോളിസീസ് അതുപോലെ ചാനലിൻ്റെ പോളിസീസ് ഒക്കെ യൂട്യൂബിൻ്റെ പോളിസീസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കണം. കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അതർവൈസ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റിൽ നിന്ന് അവർ ഒരു പ്രാവശ്യം എനിക്ക് അതുപോലെ ഉണ്ടായിരുന്നു. ഒരു വാർണിംഗ് യൂട്യൂബിൽ നിന്ന് വന്നത്. അതായത് ഞാൻ കൊടുത്ത ഒരു പിക്ചറാണ് ശരിക്കും ഒരു വീഡിയോയുമായിട്ട് റിലേറ്റഡ് കൊടുത്തൊരു പിക്ചറിന് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ എനിക്കത് വാർണിംഗ് കിട്ടുക. ഞാനത് റിമൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ റെഗുലറായിട്ട് അത് അവർ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ കണ്ടന്റ് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിലെ മോണിറ്റൈസേഷൻ സാധിക്കും. അതിന് പ്രതീക്ഷയോടെ ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. വിട്ട് കളഞ്ഞിട്ട് പോകരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ അത് സ്റ്റോപ്പ് ചെയ്യരുത്. ബി ഹോപ്പ്ഫുൾ. അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ യൂട്യൂബേഴ്സിനും എല്ലാവരുടെയും ചാനൽസ് മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.